മാരേജ് ട്രാപ്പ്. നമ്മളെ എല്ലാ കാര്യങ്ങളും ആരുടെ പേരിൽ ഇപ്പൊ നീ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ സർക്കാരിന് ഉത്തരക്കടലാസ് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. നിനക്ക് അതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നീ എന്ത് പാടാന്ന് ആലോചിച്ചു. അതാണ് ട്രാപ്പ് എന്ന് പറഞ്ഞത്. നീ ആലോചിച്ചപ്പം സർക്കാർ വന്ന് ചോദിച്ചായിരുന്നു നിന്റെ അടുത്ത്, മോനെ നിങ്ങൾ തമ്മിൽ കോമ്പറ്റബിൾ, സർക്കാർ ഇത് ചെയ്യുന്നത് സർക്കാരിന്റെ കടലാസിൽ ഒപ്പിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ നീ തൂങ്ങണം. പിന്നെ ഇപ്പം വീട്ടുകാർ അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, രണ്ടുപേര് തമ്മിൽ അവർക്ക് അവരുടെ കുടുംബം, അവരുടെ റിലീജിയൻ, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇതിനൊത്ത് വരിക എന്നുള്ളതാണ്. അല്ലാതെ ഇവർ രണ്ടുപേരും എങ്ങനെ ജീവിക്കുന്ന ആർക്കും ബാധമല്ല. വന്ന് ചോറിട്ട് പോകുന്നവർക്ക് അവർക്ക് അതിൻ്റെ പുളിശ്ശേരിയുടെയും ബിരിയാണിയുടെ മസാലയുടെയും കുറവ് മാത്രം പറഞ്ഞാൽ മതി. ഇവരെ ആരും ബാധിക്കുന്നതല്ല. സോ മാരേജ് ട്രാപ്പ്. നീ ഇവൻ നേരത്തെ പറഞ്ഞ വെച്ചല്ലോ, ഇപ്പം ഇവൻ പറഞ്ഞ പോയിന്റ് ഇതാ, എൻ്റെ ഫാമിലിയിലേക്ക് ഒരാളെ കൊണ്ടുവരും. എന്തിനാണ് വേറൊരാളെ നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവരുന്നത്? അവർക്ക് അവരുടെ ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഉണ്ട്. ഇവിടുത്തെ മാരേജിൻ്റെ മെജോറിറ്റിയും ഒരു പെണ്ണിനെ വേറെ ആണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകലാണ്. വളരെ റയറായിട്ട് കേസിലുണ്ട്. നമ്മൾ ഇവർ രണ്ടിനും കൂടെ പുറത്തൊരു വീട്ടിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ വളരെ അതിൽ മൈനോറിറ്റി ആയിട്ട് ആണിനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ദത്തെടുക്കുന്ന പോലെ. ഇതെല്ലാം നിങ്ങൾ താമസിച്ചു വന്ന ഫാമിലിയിൽ നിങ്ങളുടെ സ്വന്തമായിരുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല വന്നതെന്ന് പറയുന്ന നിങ്ങളുടെ സ്വന്തമായിരുന്ന സെറ്റപ്പിലേക്ക് നിങ്ങൾ വേറൊരാളെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് എൻ്റെ പോയിന്റ്. നിങ്ങൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ വേറൊരാളെ നിങ്ങൾ അവരുടെ ഈ പറഞ്ഞ സ്വന്തത്തിൽ നിന്ന് വലിച്ചു എടുത്തുകൊണ്ടിരുന്ന കാര്യമില്ല. അങ്ങനെയാ കൊണ്ടുവരുന്നത്. കാരണം ഈ പറയുന്ന സൊസൈറ്റി സെറ്റപ്പ് അതായതുകൊണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിന് അവർ മനസ്സിൽ തൊട്ട് പറയട്ടെ, എനിക്ക് വേറെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കണം.